വിളിച്ചു നോക്കട്ടെ. തളനെ കൊണ്ട് തോറ്റുള്ളത് എന്തെങ്കിലും ഉടായ്പ പണി തരാൻ വേണ്ടിയിട്ട് കളിക്കാവും. എട്ടങ്ങാറാക്കെ ചെക്കൻ്റെ ഫോണ് കട്ട് ചെയ്ത് അതൊക്കെ എന്തേ? ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തൊരു ശല്യാണിത്. കുട്ടികൾ വീട് വിറ്റ് പോകാൻ തോന്നുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരയൽവാസി ആ കുമാരച്ചിയ ഉണ്ണിമോനെ ഒന്നങ്ങോട്ട് വാ. അല്ല ഇന്നേക്ക് ചെറിയൊരാവശ്യം ഉണ്ടായിനി, വേഗം പോവാ. ഒന്ന് വേഗം വാടാ, ഇത് അത്യാവശ്യമായിട്ടാ. ഇന്നേക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ തിരക്കിലാണ്. നല്ല തിരക്കിലാ. ഉണ്ണിമോനെ ഒന്ന് വേഗം വാടാ. ഇവിടെ നല്ല ബീഫ് വരട്ടിയതും പുത്തരിച്ചോറും കടുമാങ്ങ അച്ചാറിട്ടതും നല്ല മാങ്ങാ ചമ്മന്തിയും ഉണ്ട്. പിന്നെ നല്ല വലിയ അയില കിട്ടീനേടാ. അപ്പം അത് ഞാൻ കുടമ്പുളിട്ട് നല്ല കറി വെച്ചു. വരുന്നു ചെറിയ പണി ചെയ്തേക്കാം. വരാം, എന്തായാലും പോയേക്കാം. മുപ്പതിൻ്റെ കൈപ്പൊണ്ണി ആക്കിയിട്ടുണ്ട്. സൂപ്പറാവും. ചെറിയ പണി ഉണ്ടാവുള്ളൂ തോന്നുന്നു. വാടാ വാ. എന്താണ്, എവിടെയാണ്? മോനേജി അതിലെ അപ്പുറത്ത് കൂടെ അങ്ങോട്ട് വാട്ടാ. വരെ എനിക്ക് പെട്ടെന്ന് പോകട്ടോ, എനിക്ക് നല്ല തിരക്കുണ്ട്. ചെറിയ പണിയുള്ളൂ. നിന്റെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കാത്തോണ്ടേ എടങ്ങാറ മുപ്പത്തി കേൾക്കുണ്ടോ. ബീഫും കറി കുറേ വീട്ടിൽ വെച്ച കറി പ്രത്യേകം. മുപ്പത്തിൻ്റെ കൈപ്പുണ്യം സൂപ്പറാണ്, കുടിക്കണം. ഇത് ആ 2 കല്ലൊന്ന് അപ്പുറത്തേക്ക് ഇട്ടിട്ടാ മതി, അതേ ഉള്ളൂ. ചെറിയ പണിയില്ല. ചെക്കന്മാർ ഇതിപ്പോ ചെറിയൊരു സംഭവല്ലേ. അത് മെസ്സേജ് അയച്ചാ ഞാൻ വരീ, വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ ആവുന്നു. അതുകൊണ്ട് അല്ല, അന്ന് പ്രശ്നമായിട്ടല്ല, എന്നാലും ഇത് നമ്മളെ പണിയല്ല. കഴിഞ്ഞില്ലേ, ഞാൻ പോട്ടെ. അവിടെ ചെറിയൊരു പണിയാണ്. ചെറുതനല്ലേ? ചെറിയതാണ്. ഇപ്പൊ ആ കല്ല് മറിച്ചിട്ടില്ല, അതിലും ചെറിയ പണിയാണ്. ഇതാ ഇത് കണ്ടില്ലേ, വെള്ളം വരുന്നതിന്റെ ഉള്ളിൽ കൂടെ. എല്ലാം ഇത് നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെള്ളം നിറഞ്ഞിട്ടല്ലേ നമ്മൾ ഇതാക്കി. നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ വെള്ളം കിട്ടാ. ഇപ്പൊ വേറൊരാളെ വിളിക്കാൻ മാത്രമുള്ളത് ഇല്ലാതാനോ, അതാണ്. ഇതെന്താണത്, എന്ത് വെള്ളം? ഭയങ്കര സ്മെല്ലാണുള്ളത്. എന്താ അത്? അതെടാ, അത്ര മോശം വെള്ളം നല്ലത്. അത് ബാത്റൂമത്തെയും തിരുമ്പണയും പാത്രം കഴുകണയും വെള്ളമാണ്. അത്ര മോശം വെള്ളമാണ് ഇപ്പൊ. തീരെ മോശമല്ല. അല്ല കുമാരേ, ചെയ്ത വിഷയാട്ടം എടുക്കാനുള്ള പണിയിലുള്ളൂ. അത് വിശേഷം ചെയ്യൂല മോനെ. അത് ചെയ്യാൻ പറഞ്ഞാൽ അത് പറയും കൈ മണക്കണ്, അത് പിന്നെ ഡെറ്റോൾ ഇട്ട് കഴുകിയാലും കൂടി പോവില്ല എന്നാ പറയാ. എനിക്കറിയില്ല അതിന്റെ സ്വഭാവം. ഇത് എത്ര ചെറുപ്പത്തിൽ കാണുന്നതാണ്. അപ്പൊ എന്റെ കയ്യോ? ഏട്ടാ, അത് സോപ്പിട്ട് കഴുകിയാ പോവൂലേ. ഇത് വിശേഷനെ പോലെയാ. വേണമെങ്കിൽ ഞാൻ കുറച്ച് ഡെറ്റോളും തരാം. എന്തിനാടാ കവറ്? കവർ ഇട്ടാൽ അതൊരു വൃത്തി ഉണ്ടാവില്ല, വൃത്തിയിൽ ചെയ്യാൻ കഴിയില്ല. അത് നല്ലതല്ല, നമ്മളെ ഭക്ഷണ വേസ്റ്റ് അല്ല ഇപ്പൊ അത്. വെച്ചു
ഇതിന്റെ ഉള്ളിൽ അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പണി എടുക്കുക കേട്ടോ. ഇതെന്താ കുമാരി ചെറിയ പണിയാവണ്ടല്ലേ വന്നേ 3 മണിക്കൂറിന്റെ പണിയെടുത്തു. അയ്യോ അതിനത്രം പണി ഉണ്ടപ്പം അത്. എൻ്റെ വിശേഷനാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പണിയെടുക്കും. ഞങ്ങൾ വിശാരം കൊണ്ട് എടുപ്പിച്ചാൽ പോരെ? നമുക്ക് എന്നാ ഡെറ്റോൾ തരാം കൈ എഴുതാൻ. എന്താ ഡെറ്റോ ഒന്ന് ഇടുക്കി, എന്താ പറയാ ഫുഡ് അയക്കാളല്ലേ. ആടാ ഡെറ്റോൾ തരാം. അടിക്കി ഡെറ്റോൾ ഇപ്പം എടുത്ത് വരെ എവിടെയാന്ന് അറിയില്ല, നോക്കട്ടെ. അല്ല മോനെ ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് ഇനി. ഒന്നും ചെയ്യടാ. എന്തിത്താ കുമാരി ചിഞ്ഞും പണിയോ? ഇപ്പൊ ഞാൻ എത്ര സമയം ഇപ്പം പോവാന്നുണ്ടെങ്കിൽ ചെറിയ പണിയാണല്ലോ വന്നു കഴിഞ്ഞു. ആ മോനെ ഒരു ചെറിയ പണിയും കൂടി കഴിഞ്ഞ നമുക്ക് നല്ലൊരു ഫുഡ് കഴിച്ചൂടെ? എന്നെ പറയും എന്താന്ന് വരാം. നല്ല മഴയില്ല മോനെ. ഹെൽത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ ജി? ഇതൊക്കെ പിള്ളേരോട് പറഞ്ഞാൽ കേൾക്കൂല. അതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കാനാണ്. ഹെൽത്തുനിന്ന് കുറേ ആൾക്കാർ വന്നിട്ടാ കുറേ ചീത്ത അറിഞ്ഞു. ചേട്ടന് മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇത് പറയുന്നത്. അല്ലാണ്ട് ഇന്ന് നിന്റെ പണിയില്ലട്ടോ. നേരത്തെ തന്നെ മറ്റേ പ്ലംബിങ്ങിന്റെ വർക്കാണ്ട് ചെയ്തു തന്നു. ഇത് നമ്മളെ പണിയില്ല. ഇത് നിങ്ങൾ വല്ല നാട്ടുപണിക്കാരെ വിളിച്ചോളി. ഇതും പ്ലംബിങ്ങിന്റെ പണി പോലെ തന്നെയല്ലടാ. ഇതൊക്കെ വിശാരണ ചെയ്താ പോരെ കുമാരേച്ചി? എന്താണ് ഇത്? ഞാൻ വിശേഷനോട് പറഞ്ഞിനടാ. അപ്പൊ അത് എന്നോട് പറയണേ, അത് ആ പണിയൊക്കെ ചെയ്താൽ വിയർപ്പ് സ്കിന്നിന് അലർജി ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്. അപ്പൊ ഞാൻ വേർക്കൂലേ? ഞാൻ മനുഷ്യനല്ലേ? മോനേജ് വിശേഷനല്ലല്ലോ, ഉണ്ണിക്കുട്ടനല്ലേ. നല്ല എല്ലാ പണിയും ചെയ്യണേ. നമുക്ക് വിയർപ്പ് അങ്ങനത്തെ അസുഖമൊന്നും ഉണ്ടാവില്ല. മോനെ മെല്ലെ മാന്ത്. അതിലെ മഞ്ഞളും ഇതൊക്കെയാണ് കൂവയ്ക്കയാ. എടാ എടാ അത് പോക്കല്ലടാ. പക്ഷെ അതൊക്കെ ഒന്ന് കൈകൊണ്ട് പെറുക്കിയിട്ട് കുറച്ച് മണ്ണ് അങ്ങോട്ട് കോരിയിട്ടാ മതി. കുമാരി തള്ളേ, ഇതൊക്കെ ബീഫ് കൊണ്ട് എടുത്തു വെക്കി കാണിച്ചറിയാം. എല്ലാം ഇവിടുന്ന് തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ. വിഷയോട്ടം കൊടുക്കാണ്ടാവില്ല, നിങ്ങളെ മക്കൾക്കും കൊടുക്കാണ്ടാവില്ല. മോനെ എന്തെങ്കിലും പറഞ്ഞേ? ഞാന് എന്താ അറിയോ, ഹെൽത്തിന്റെ ഇത് ഭയങ്കര ഇതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ. ആടാ അതൊക്കെ ഒരു ചാക്കിലേക്ക് എടുത്തിട്ടാണ്. പക്ഷെ എന്റെ വീട് പോലെ വൃത്തിയാക്കുന്നു. ഫുഡിനായിട്ട് വന്നല്ല കേട്ടോ, നിങ്ങൾ വിളിച്ചോണ്ട് സഹായം അയൽവാസികളല്ലേ, ആ സഹായത്തിന് വേണ്ടി വന്നാണ്. അല്ല ഫുഡ് ഇല്ലെങ്കിൽ വേണ്ടട്ടോ. എന്താ അല്ല ഇതിലുണ്ടാവല്ലേ ബാക്കി എല്ലാ സംഭവത്തിലുണ്ട്. മറ്റേ ചട്ടിച്ചോറ് പോലെയാണല്ലോ, ഇതിൽ കൂടെ ഒരുമിച്ചാണല്ലോ. ഇതെന്താണിത്? ബീഫ് എവിടെ? ഇങ്ങനല്ലേ ബീഫ് വരട്ടിയേക്കുണ്ടെന്ന് എന്നോട് നല്ല പുത്തരി ചോറും ബീഫ് വരട്ടിയേക്കുണ്ടെന്ന് പറഞ്ഞത്. ഉറുമ്പൊക്കെ ചത്തെടുക്കണ്. അല്ല നിങ്ങൾ നേരത്തെ വിളിച്ചപ്പോ മറ്റേ ബീഫ് ഉണ്ട്, ബീഫ് വരട്ടിണ്ട്, പുത്തരി ചോറുണ്ട്, മറ്റേ പറഞ്ഞു. മോനെ ബീഫ് വാങ്ങാൻ വിശേട്ടൻ പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലില്ലാത്ത ബീഫാണോ അല്ലെ. അപ്പൊ വിശേട്ടൻ പറഞ്ഞ എല്ലില്ലാത്ത ബീഫ് കറി വെച്ചാൽ രസം ഉണ്ടാവില്ല, അവന് കൊടുക്കുമ്പോ നല്ലപോലെ കൊടുക്കണ്ടേ, ഇനി പിന്നെ ഒരു ദിവസം വാങ്ങിച്ചു കൊടുക്കാം. അതുകൊണ്ടാണെടാ കഞ്ഞി കുടിക്ക്. ഉറുമ്പ എവിടെ നോക്കട്ടെ. അതാ അല്ല കുടിക്ക് മോനെ, എന്താണെനിക്ക് വിഷമാവൂലേ? കുടിക്ക് മോനെ കുടിക്ക്. ഇജ്ജ് കുടിക്കാതെ പോയക്ക് ഒരു വിഷമാവും.
അല്ല അമ്മേനെ പോലെയല്ലേ ഞാൻ കുടിച്ചുകൂടാ കുട്ടി കുട്ടി ഇതാ ഇതിലൊരു സ്പെഷ്യൽ ഉണ്ട്. ഇത് കുട്ടിക്ക് എന്നാ ഇത് സുമേഷ് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ കൊണ്ടുവന്നതാ. സുമേഷ് വന്നിട്ട് 2 വർഷമായി കുമരജിയെ. അയ്യോ എന്താ ഇത് ഫ്രിഡ്ജിൽ വെച്ചത്? അവിടെ ആരും കൂട്ടൂല, നല്ല സാധന. കുട്ടി കൂട് കുടിച്ചൂല. ആരും കൂട്ടുന്ന ഒരച്ചാറായോണ്ട് കൂട്ടാത്താണടാ. ഈ കുട്ടി കൂട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കൂട്ടിയാക്കി കുടിച്ചൂടെ അങ്ങോട്ട്. കുമരജിക്ക് അച്ചാർ 2 വർഷം മുന്നേ അച്ചാറില്ല കുമരജിയെ. ഇവിടെ ആരും കഴിക്കൂല, വേണ്ടാതെ ഇവിടെ കിടക്കുകയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് തന്നത്. കഴിച്ചൂടെ? അത് നല്ലതാണ്. കഴിക്കടാ. ഇവിടെ ഇജ്ജ് എത്ര ചെറുതാകുമ്പോ ഇവിടെ വന്ന ഓരോ ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണ്. അന്നൊക്കെ ഇജിന്റെ അമ്മേനെ വിളിക്കല്. ഇപ്പൊ എനിക്ക് വലുതായപ്പോ ഇതൊന്നും വേണ്ടാതെയല്ലേ. കഴിച്ചൂടെ അങ്ങോട്ട്? നല്ല രസല്ലേ? നല്ല സാധനം. അച്ചാറല്ല ടേസ്റ്റ് ഇല്ല. ഞാൻ പോയാ ഇനി ഞാൻ ഇവിടെ നാട്ടിലുണ്ടാവില്ല. ഞാൻ കുറച്ച് ദിവസം എറണാകുളത്താ പോയി. ഞാൻ വർക്കുണ്ടാവും. ഇവിടെ നാട്ടിലുണ്ടാവില്ല കേട്ടോ. തന്നെയാ? ഇപ്പൊ ഞാൻ സ്വയിപ്പല്ലോ. പോവല്ല മോനെ, നിക്കൊന്നും ഇങ്ങോട്ട് വാ. ഈ പാത്രം